ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് സീരീസ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ in power series, so before going to the solution of differential equation, let us see what is meant by power series. So as the name suggests, it is a series we write as an infinite sum, sigma n equal to 0 to infinity. Then it is a power series, so it is in power of x minus a. So an is the coefficient of x minus a whole raised to n. Such an expression is called a power series about x is equal to a. So if you expand this, you will get a0 plus a1 into x minus a plus a2 into x minus a square plus etc. This infinite sum is called a power series around x is equal to a. Now in this topic we are going to discuss the solution of differential equation in power series. That is, if ordinary methods doesn't work for a differential equation, you can adopt this method to find the solution using power series. And the methods we have studied so far for differential equation deals with differential equation with constant coefficients. But in this method, you may take differential equations with variable coefficients and apply this method to get a series solution of this differential equation. And sometimes the series obtained as a solution of differential equation may be identified as a particular function. For example, if you get the solution as 1 plus x square by 2 factorial plus etc. If you get this power series, this series can be identified with the function e raised to x. So we find this power series, and if it is identified with some known function, we do that. അപ്പോൾ നമ്മുടെ എയിം ഇത്രയേ ഉള്ളൂ, സൊല്യൂഷൻ ആയിട്ട് ഈ പവർ സീരീസ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് ഇൻ പെർട്ടിക്കുലർ യു ആർ ഗോയിങ് ടു ഡിസ്കസ് ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ബെസൽ ഇക്വേഷൻ ആൻഡ് ലെജൻഡേഴ്സ് ഇക്വേഷൻ. ബിടെക്കിന് പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും ഇത്, പക്ഷെ ഒന്നും ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചെയ്യുമ്പോൾ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ ഓർമ്മയുണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഈ ടോപ്പിക്. സോ പഠിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ജനറൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് ആവണമെന്നില്ല, ദേ മേ ബി ഫങ്ഷൻസ് ഓഫ് എക്സ്. സോ വി റൈറ്റ് ദ ജനറൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ as d square p naught of x d square y by dx square plus p1 of x into dy by dx plus p2 of x into y equal to 0. So the variable and its derivatives appear in first degree, and for this differential equation, the method to solve in power series is called Frobenius method. നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ഇത് എന്താണെന്ന് ആലോചിക്കേണ്ട, നമ്മൾ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ഫ്രോബനിയസ് മെത്തേഡ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതിനെ ഇതേപോലെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ഇതിന്റെ സൊല്യൂഷൻ ആവാനായിട്ട് പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും ഈ കോഎഫിഷ്യൻസ് a0 a1 എക്സെട്ര കണ്ടുപിടിക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം, ഈ ഫ്രോബനിയസ് മെത്തേഡിൽ നമ്മളിവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത് ജനറൽ പവർ സീരീസ് ആണ്. ദാറ്റ് ഈസ് പവർ സീരീസ് വിത്ത് എക്സ് ഈക്വൽ ടു as സെന്റർ. ഫ്രോബനിയസ് മെത്തേഡിൽ നമ്മൾ 0 സെന്റർ ആയിട്ടുള്ള പവർ സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പവർ സീരീസ് സിഗ്മ an x raised to n എന്നുള്ള പവർ സീരീസ് ആണ് സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സീരീസ് സൊല്യൂഷനിലേക്ക് കടക്കാം.
അപ്പോൾ ആദ്യം തന്നെ 0 സെൻറ്റർ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കാണാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ 0 സെൻറ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് P0 of 0 എടുക്കാം. സോ P0 of 0 അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വാല്യൂ കിട്ടണമെന്ന് നോക്കാം. And if that value happens to be non-zero, then we say that x is equal to 0 is an ordinary point. Okay, ഇപ്പോൾ highest degree termന്റെ coefficient 0യിൽ non-zero ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ x is equal to 0നെ ordinary point എന്ന് പറയും. If P0 of 0 is equal to 0, then we say that x is equal to 0 is a singular point. അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓർഡിനറി പോയിന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, സിംഗുലർ പോയിന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർഡിനറി പോയിന്റ് ആവുന്ന കേസിൽ ഇത് രണ്ടും തമ്മിൽ സൊല്യൂഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഓർഡിനറി പോയിന്റ് ആവുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത് when x is equal to 0 is an ordinary point, നമ്മൾ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പവർ സീരീസ് തന്നെ എടുക്കുക. y is equal to sigma n equal to 0 to infinity an x raised to n. We assume that this is the solution. അപ്പോൾ ഇത് സൊല്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് dy by dx എഴുതാം. dy by dx is equal to sigma n equal to 0 to infinity an into n x raised to n minus 1. അപ്പോൾ n equal to 0ൽ ഇത് 0 ആയിരിക്കും, ബാക്കിയുള്ളത് 1 തൊട്ടുള്ളത് വരും. Then d square y by dx square എഴുതാം. d square y by dx square is sigma n equal to 0 to infinity an into, here it becomes n into n minus 1 x raised to n minus 2. So ഈ സീരീസുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ വൈക്ക് പകരം a0 plus a1 into x plus a2 into x square plus etc. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dy by dxന്റെ അവിടെ ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് a1 plus 2a2x plus 3a3x square plus etc. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d square y by dx സ്ക്വയറിന്റെ അവിടെ 2a2, ഇതിന്റെ ഡെറിവേറ്റീവ് 2a2 plus 3 into 2 a3x plus അടുത്ത 4 into 3 a4x square plus etc. ഓക്കെ, ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാത്തത് ഈ y കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ y ആണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ y കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാത്തത് ഈ കോഎഫിഷ്യൻസ് ആണ്. സോ a0 a1 a2 ഒക്കെ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എക്സിന്റെ കോഎഫിഷ്യൻസ് എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അൺനോൺ വാല്യൂസ് ans കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ മെത്തേഡ്. എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർഡിനറി പോയിന്റ് ആവണ കേസിൽ നമ്മൾ വൈക്ക് പകരം സിഗ്മ an x raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡെറിവേറ്റീവ്സ് കാണുക. ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് ആ ഡെറിവേറ്റീവ്സും ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ എല്ലാ എക്സ് പവറിന്റെയും കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് a0 a1 a2 അതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് നമ്മൾ പറഞ്ഞതൊന്ന് നോക്കാം. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ഈ ഫോമിൽ p0 of x d square y by dx square plus p1 of x ഈ ഫോമിലുള്ള ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ p0 of 0 നോക്കാം. p0 of 0 not equal to 0 ആണെങ്കിൽ x is equal to 0 is called an ordinary point. ഓർഡിനറി പോയിന്റ് ആവണ കേസിൽ നമ്മൾ കൊടുക്കണ സീരീസ് സൊല്യൂഷൻ y equal to sigma n equal to 0 to infinity an x raised to n. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ. ഡെറിവേറ്റീവ് എടുത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് an കമ്പ്യൂട്ട് ചെയ്യാം. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വേഗമായിട്ട് പറയണേലും നല്ലത് എപ്പോഴും ഒരു പ്രോബ്ലം എടുത്ത് ചെയ്യുന്നതാണ്. സോ സോൾവ് ഇൻ സീരീസ് d square y by
dx square plus x square y equal to 0. So we are comparing this with p naught of x d square y by dx square plus p1 of x into dy by dx plus p2 of x y equal to 0. ഇതായിട്ട് കമ്പയർ ചെയ്യണം നമ്മൾ. So what is p naught of x? What is p naught of x is 1. What is p1 of x? 0. p2 of x is x square. Now we find p naught of 0. So p naught of 0, giving x the value 0, we get p naught of 0 is again 1, not equal to 0. So we conclude that x is equal to 0 is an ordinary point. ഒരുമിച്ച് ചെയ്യണം കേട്ടോ ഇത് ഈ ടോപ്പിക്ക്. കാരണം ഇത് ചെയ്ത് തന്നെയേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കണ്ടിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ടും കഴിഞ്ഞ ടോപ്പിക്കൊക്കെ കുറേ കൂടി സിമ്പിളാണ്, കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പം അതുകൊണ്ട് എല്ലാവരും പേനയും പേപ്പറും എടുത്ത് ചെയ്യുക. എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ കാണാനായിട്ട് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാരം കൂടെയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും പേനയും പേപ്പറും എടുക്കുക, ചെയ്ത് നോക്കാം. അപ്പോൾ x is equal to 0 ഓർഡിനറി പോയിന്റ് ആയതുകൊണ്ട് we take y as sigma n equal to 0 to infinity a n x raised to, that is a naught plus a1x plus a2x square plus etc. Then we have we want d square y by dx square. ഇക്വേഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, d square y by dx square plus x square y equal to 0. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് d square y by dx square വേണം. സോ ഫസ്റ്റ് dy by dx എഴുതണു. സിഗ്മ n equal to 0 to infinity a n into n x raised to n minus 1, അല്ലെങ്കിൽ ഈ സീരീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. സോ a നോട്ടിൻ്റെ ഡെറിവേറ്റീവ് 0, a1xന്റെ a1 plus 2a2x plus 3a3 x square plus etc. And hence d square y by dx square will be equal to sigma n equal to 0 to infinity a n into n minus 1 x raised to n minus 2, which is equal to 2a2, a1 derivative 0 ആവും, 2a2 plus 3 into 2 a3x. The next term will be 4 into 3 a4 x square plus etc. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ d square y by dx സ്ക്വയറിന് പകരം we substitute 2a2. നമ്മുടെ എയിം ഇതാണ്, y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a0 a1 a2 ഒക്കെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ എയിം. So 2a2 plus 3 into 2 a3x plus 4 into 3 a4. ഞാനിത് അങ്ങനെ തന്നെ എഴുതുന്നൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലസ് എക്സെട്ര. ജനറൽ ടേം വരുന്നത് n into n minus 1 an x raised to n minus 2. ഇതാണ് d square y by dx square വരുന്നത്. Okay, then plus x square into y. Yയുടെ എക്സ്പ്രഷൻ എന്താ? a1 a0 plus a1x plus a2x square plus etc. equal to 0. So this is our differential equation. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഒരേപോലത്തെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ടേം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ ടേമിലും എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ലീസ്റ്റ് പവർ വരുന്നത് a0 x സ്ക്വയർ ആണ്. ഇപ്പൊ കോൺസ്റ്റന്റ് ടേം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a2 മാത്രമേ ഉള്ളൂ. റൈറ്റ്. എക്സിന്റെ വരുന്നത് 6a3 6a3x വരും. ശരിയല്ലേ? എക്സ് സ്ക്വയറിന്റെ വരുമ്പോ
ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെയും ഒരു ടേം ഉണ്ട്. So when it comes to x square, we get 12a4 plus a0 into x square, right? 12a4 plus a0 into x square. ഇനി x ക്യൂബിൻ്റെ എടുത്താലോ? x ക്യൂബിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അടുത്തത് 5 into 4 ആയിരിക്കും. അപ്പോൾ 20a5. then ഇവിടെ a1 x into x square ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് x ക്യൂബ് കിട്ടുന്നത്. സോ പ്ലസ് a1 into x cube plus etc. Can you say the coefficient of x raised to n? x raised to n ന്റെ coefficient എന്താണെന്ന് പറയാമോ? ആദ്യത്തെ ബ്രാക്കറ്റിൽ x raised to n ന്റെ coefficient എന്തായിരിക്കും? നമ്മൾ x raised to n minus 2 ന്റെ കോഎഫിഷ്യന്റ് എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? n into n minus 1 a എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ x raised to n കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റൈറ്റിലേക്ക് അടുത്ത ടേം x raised to n minus 1 ആവും, പിന്നെയും അടുത്ത ടേം x raised to n ആവും. അതായത് റൈറ്റിലേക്ക് രണ്ട് ഷിഫ്റ്റ് വേണം. So what will be the coefficient from the first bracket? n plus 1 into n plus 2 into അല്ലേ? രണ്ട് ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ n will change to n plus 2, n minus 1 to n plus 1, then an will change to an plus 2. Okay, x raised to n plus 2 will change to x raised to n. ഇനി സെക്കൻഡ് ബ്രാക്കറ്റിൽ x raised to n ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? x സ്ക്വയറിന്റെ സോ ഇതിൽ കിടക്കുന്ന ടേം ഇതായിരിക്കും, an x raised to n ആയിരിക്കും ടേം കിടക്കുന്നത്. So x raised to n plus 2 ന്റെ with the x square outside, we get the coefficient of x raised to n plus 2 is an. അല്ലേ? അപ്പോൾ x raised to n ന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് പോകേണ്ട വരും. Isn't it? So what will be the coefficient of x raised to n? ഈ ടേം നമ്മൾ x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് an x raised to n plus 2 എന്നാ കിട്ടുക അല്ലേ? That means the coefficient of x raised to n plus 2 is an. So what is the coefficient of x raised to n? an minus 2. an minus 2. So an minus 2 x raised to n. So that is the general term plus etc. and the right side is equal to 0. Okay. അപ്പോൾ നമ്മൾ ചെയ്തത് ജസ്റ്റ് സീരീസ് കൊടുത്ത് വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരേപോലത്തെ ടേംസ് ഗ്രൂപ്പ് ചെയ്തു. ഇനി റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് എല്ലാ പവറിൻ്റെയും കോഎഫിഷ്യന്റ് 0 ആയിരിക്കണം അല്ലേ? റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം ഇല്ല, എക്സ് ഇല്ല, എക്സ് സ്ക്വയർ ഇല്ല, ഒന്നുമില്ല. സോ ഈച്ച് കോഎഫിഷ്യന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ കോഎഫിഷ്യൻസ് ഒക്കെ നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് ഓരോന്നായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ വെൻ യു ടേക്ക് ദ കോൺസ്റ്റന്റ് ടേം, ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം വരുന്നത് 2a2 ആണ്. സോ റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം വരുന്നത് 0 ആണ്. So what we get is 2a2 equal to 0. So as 2a2 equal to 0, we get a2 equal to 0. Fine. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 6a3 ആണ്. So we get 6a3 equal to 0. റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട്. So this implies a3 equal to 0.
Now if you take the coefficient of x square, the coefficient is 12a4 plus a0. So 12a4 plus a0 equal to 0. This implies a4 is equal to minus a0 divided by 12. Isn't it? a0 നമുക്ക് അറിയില്ല, പക്ഷേ a4 we find in terms of a0. Now if you take the coefficient of x cube, you get 20a5 plus a1 equal to 0. 20a5 plus a1 equal to 0. So this gives a5 as minus a1 divided by 20. So in general, if you take the coefficient of x raised to n, x raised to n ന്റെ coefficient എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? n plus 2 into n plus 2 into n plus 1 a n plus 2 plus a n minus 2 equal to 0. So നമുക്കത് n ന്റെ വാല്യൂ ലീസ്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് a0 തൊട്ടേ ഉള്ളൂ. സോ n ന്റെ വാല്യൂ 2 തൊട്ട് കൊടുക്കാം. 2, 3, 4 etc. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ an minus 2 ആണ് എടുക്കുന്നത്. സോ an minus 2 0 ആവണ വാല്യൂ. സോ n ന്റെ വാല്യൂ 2 തൊട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ n ന്റെ വാല്യൂ 2 കൊടുത്തിട്ട് കിട്ടിയ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. റൈറ്റ്. When n is 2, we get 4 into 3 into a4 equal plus a0 equal to 0. n ന് 3 കൊടുത്തിട്ട് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് ഈ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ പാറ്റേൺ ഒന്ന് മനസ്സിലാവാനായിട്ട് n ന് 4 കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. So when n is equal to 4, what happens? n equal to 4 ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? When n is 4, 6 into 5 into what? 6 into 5 അല്ലേ? So 30 A6 a6 plus plus A2 a2 equal to equal 0. Right. But we know a2 is equal to 0. a2 നമ്മൾ already 0 ആണ് compute ചെയ്ത് വെച്ചിട്ടുണ്ട്. So this implies 30 a6 is equal to 0 or a6 equal to 0. Right. ഇനി n ന് 5 കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടണേ? When n is 5, we get 7 into 6. Right? 7 into 6 is 42. A7 plus A3 equal to 0. But A3 is equal to 0. So this gives A7 equal to 0. Okay. Now when n is equal to 6, we get n equal to 6 ആവുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫേസ് കൂടിപ്പോവും, പിന്നെ നിങ്ങൾക്ക് കൂടെ എഴുതാനായിട്ട് പറ്റില്ല. I assume that you are waiting for the recorded video. So ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. കൂടെ ചെയ്യണ്ടോ ആരെങ്കിലും? 56A8 ചെയ്യണ്ടോ? പറയുന്നത് കേൾക്കണില്ലല്ലോ.
n equal to 6 ആവുമ്പോൾ എന്താ വരുന്നത്? 56 A8. 8 into 7, 56. Okay, 56 A8 A8 plus A4 A4 equal to equal to 0. Okay, so A8 equal to minus A4 divided by 56. പക്ഷെ നമ്മൾ ഓൾറെഡി A4നെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. So A4 is minus A0 divided by 12. So what we get is A0 divided by what is 56 into 12? 672. How much? 672. 876. Okay. 8 672. പറയുന്നത് കേൾക്കണില്ല, എന്താണെന്ന് അറിയില്ല. 672. 672. ഓക്കെ, അപ്പോൾ A8 കിട്ടി. ഇനി ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സോ വെൻ n is equal to 7, sorry, ക്ലാസ് ആണ്. n equal to 7, we have what do we get? 72 A9 plus A5 equal to 0, right? And this gives A9 equal to minus A5 divided by 72. Okay, പക്ഷെ നമ്മൾ A5 ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. minus 1 by 72 into A5 is minus A1 divided by 20. So we get this is equal to A1 divided by 72 into 2. So we have 144. 1440. Okay, then what will be A10? നിങ്ങൾക്ക് ഈ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് പറയും A10 എന്തായിരിക്കും. What is A10? സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് പറയാമോ? ഒരു പൂജ്യം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതൊരു റെഫറൻസ് റിലേഷൻ ആണ്. ഈ റെഫറൻസ് റിലേഷനിൽ an+2 ഡിപ്പെൻഡ്സ് ഓൺ an-2, അതായത് 4ന്റെ ഡിഫറൻസിലാണ് നമുക്ക് നിൽക്കുന്നത്. A4 ഡിപ്പെൻഡ്സ് ഓൺ A0, A5 ഡിപ്പെൻഡ്സ് ഓൺ A1 അല്ലേ? അപ്പൊ നമുക്കറിയാം A10 എടുത്തു കഴിഞ്ഞാൽ A10 വിൽ ബി ഇൻ ടേംസ് ഓഫ് A6, പക്ഷെ A6 0 ആണ്. സോ A10 will be 0. A11 എടുത്തു കഴിഞ്ഞാൽ A11 will be in terms of A7. So as A7 is 0, that will be 0. Okay. അപ്പോൾ A2 0 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അതിന്റെ 4 ഡിഫറൻസിലുള്ള എല്ലാം 0 ആയിരിക്കും. A2, A6, A10, A14, A18 ഇതൊക്കെ 0 ആയിരിക്കും. A3 0 ആയതുകൊണ്ട് A7, A11, A15 അതൊക്കെ 0 ആയിരിക്കും. ഇനി A4, A0ന്റെ ടേംസിൽ നമുക്ക് കിട്ടി. സോ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് A8, A12, A16 etc. in terms of A0.
A5 A1ന്റെ ടേംസിലാണ്, അതേപോലെ തന്നെ A9 A13 A17 ഇതൊക്കെ A1ന്റെ ടേംസിൽ എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനി രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് അതിൽ അറിയാണ്ട് നിൽക്കുള്ളൂ. അത് ഏതൊക്കെയാണ്? A0ഉം A1ഉം. ഓക്കെ, ഇനി നമുക്ക് y ഒന്ന് എഴുതി നോക്കാം. നമുക്ക് നമ്മുടെ എയിം സൊല്യൂഷൻ കാണലാണ് നമ്മുടെ എയിം. സോ y നമ്മൾ പറഞ്ഞത് A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് A3x ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മൾ പറഞ്ഞത്. A0 എന്താണെന്ന് നമുക്കറിയില്ല, അപ്പോൾ A0 എന്ന് തന്നെ എഴുതി. A1 എന്താണെന്ന് നമുക്കറിയില്ല, സോ വി റൈറ്റ് ഇറ്റ് ആസ് A1 itself. A2 നമുക്ക് കിട്ടി 0 എന്ന് കിട്ടി, A3 0 എന്ന് കിട്ടി, A4 നമുക്ക് കിട്ടിയത് മൈനസ് A1 by 12 എന്നാണ്. സോ മൈനസ് A1 by 12 x raised to 4. Sorry, A4 is minus A0 by 12. Minus A0 by 12 x raised to 4. A5 is minus A1 by 20. So A5 into x raised to 5. A6 0 ആണ്, A7 0 ആണ്. When it comes to A8, A8 is A0 divided by 672. So A8 into x raised to 8. A9 is A1 divided by 1440. So A9 into x raised to 9 plus etc. So if you group these terms in A0 and A1, we can write this as A0 into ആദ്യത്തെ ടേമിൽ 1, രണ്ടാമത്തെ ടേമിൽ minus x raised to 4 by 12. Then the term in A0 is x raised to 8 by 672 etc. plus A1 into x, right, minus x raised to 5 by 20 plus x raised to 9 by 1440 etc. Okay. ഇനി നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ച സമയത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ജനറൽ സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആസ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പൊ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജനറൽ സൊല്യൂഷനിൽ 2 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടാവും. നമ്മൾ എടുത്തത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ആൻഡ് വി കൺസിഡർ A0 and A1 as those arbitrary constants, so that this gives the general solution of the differential equation we have taken. അപ്പോൾ ഇത് സീരീസ് ആണ്, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഇൻഫിനിറ്റ് സം ആണ്. So we call this as the series solution of that differential equation. അപ്പോൾ A0 ഉം A1 ഉം കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ജനറൽ സൊല്യൂഷനിൽ 2 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടാവും. ആ ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണ് നമ്മൾ A0 ഉം A1 ഉം ആയിട്ട് എടുക്കുന്നത്. So we have the general solution of the differential equation we have taken. ഇപ്പോൾ പ്രൊസീജിയർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ P0 of x എഴുതി, P0 of 0 കണ്ടു. P0 of 0 നോൺ സീറോ ആയതുകൊണ്ട് x is equal to 0 ഓർഡിനറി പോയിന്റ് ആണെന്ന്. x is equal to 0 is an ordinary point. Then അടുത്തത് x is equal to 0 ഓർഡിനറി പോയിന്റ് ആയതുകൊണ്ട് y is substituted like this. നമുക്ക് ആവശ്യമുള്ള ഡെറിവേറ്റീവ്സ് ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്താട്ടോ. dy by dx ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ d2y by dx² ഉള്ളത് കൊണ്ട് അതും കൂടെ കമ്പ്യൂട്ട് ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോഎഫിഷ്യൻസ് ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് എല്ലാ കോഎഫിഷ്യൻസും 0 ആവണം. ഓരോന്നായിട്ട് ഇക്വേറ്റ് ചെയ്തു. ജനറൽ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് x raised to n എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റെക്കറൻസ് റിലേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് റെക്കറൻസ് റിലേഷൻ ഓഫ് ഓർഡർ 4 ആണ്. അതായത് 4ന്റെ ഡിഫറൻസിലാണ് നമുക്ക് റിലേഷൻ നിൽക്കുന്നത്. അപ്പോൾ വൺസ്
A2 is 0. A2 ൽ നിന്ന് 4 ഡിഫറൻസ് ഉള്ള എല്ലാ കോഎഫിഷ്യൻറ്റും 0 ആയിരിക്കും. A3 0 ആയതുകൊണ്ട് A3 ന്ന് 4 ഡിഫറൻസ് ഉള്ള എല്ലാം 0 ആയിരിക്കും. And the remaining coefficients are computed in terms of A0 and A1. തിരിച്ച് yയിലേക്ക് വന്നു. yയിൽ നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് A0നെയും A1നെയും എപ്പോഴും A0 A1 ഒന്നും ആവണമെന്നില്ല കേട്ടോ ബാക്കി നിൽക്കുന്നത്. രണ്ടെണ്ണം ബാക്കി ഉണ്ടാവും. രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് അവിടെ ഉണ്ടാവും. മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. So we compute or group the terms in A0 and A1 separately, and that will give the general solution of the differential equation. So എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം. So ഇല്ലെങ്കിൽ try to do this question. Solve in series 1 plus x square d square y by dx square plus x into dy by dx minus y equal to 0. So what is P naught of x? What is P naught of x? 1 plus x square. 1 plus x square. So P naught of 0? 1. 1. Not equal to 0. Therefore x is equal to 0 is an ordinary point. So as x is equal to 0 is an ordinary point, we substitute y as sigma n equal to 0 to infinity an x raised to. Okay. Now find the derivatives. Dy by dx. Dy by dx is a1 plus 2a2x plus 3a3 x square plus etc. ഇത് എല്ലാ ക്വസ്റ്റ്യനിലും ഈ സ്റ്റെപ്സ് ഒക്കെ കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി പോകുന്നേ ഉള്ളൂ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് 2a2 plus 3 into 2 a3x plus 4 into 3 a4x square etc. Now we substitute these expressions in the given differential equation. So what we get is 1 plus x square into d square y by dx square is 2a2 plus 3 into 2 a3x plus 4 into 3 a4x square etc. Okay, then plus x into dy by dx. Dy by dx is a1 plus 2a2x plus 3a3x square plus etc. Minus y. Sorry, minus a0 plus a1x plus a2x square plus etc. This should be equal to 0. Okay. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഈ സീരീസ് എക്സ്പ്രഷൻ തന്നെ വെച്ച് വേണമെങ്കിൽ എഴുതാം. ഇഫ് യു ആർ confident enough, you can write 1 plus x square into d square y by dx square is sigma n equal to 0 to infinity an into n minus 1 x raised to n minus 2 plus x into sigma n equal to 0 to infinity dy by dx is an into n x raised to n minus 1 minus sigma n equal to 0 to infinity an x raised to n, which is y. This is equal to 0.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിരിക്കും അല്ലേ? ഇവിടെ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിരിക്കും. n-ന് 1 കൊടുത്താലും ഈ ടേം 0 ആയിരിക്കും. സോ ഇഫക്റ്റീവ്ലി ദ സം ഈസ് ഫ്രം 2 to infinity. ഓക്കെ, ഞാൻ ഇത് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് പറയുന്നേ ഉള്ളൂ കേട്ടോ. സോ ദ സം ഈസ് ഫ്രം 2 to infinity. ദെൻ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n-ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് വരുന്നത്. സോ ഇഫക്റ്റീവ്ലി ദ സം ഈസ് ഫ്രം 1 to infinity അല്ലേ? നോൺ സീറോ വാല്യൂ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ n-ന്റെ ലീസ്റ്റ് വാല്യൂ 1 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ സമ്മേഷൻ നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് പുറത്തേക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ എഴുതാം. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get sigma n equal to 2 to infinity an n into n minus 1 x raised to n minus 2 plus sigma n equal to 2 to infinity x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ an n into n minus 1 x raised to n minus 2 into x square makes x raised to n. മൂന്നാമത്തെ ടേമിൽ x കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് സിഗ്മ n equal to 1 to infinity an n into x raised to n minus 1 when multiplied with x becomes x raised to n minus sigma n equal to 0 to infinity an x raised to n. This should be equal to 0. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ പുറത്തേക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ടേംസ് ഉണ്ടായിരുന്നത് 1 + x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 4 ടേംസ് ആയിട്ട് എഴുതിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എല്ലാത്തിൻ്റെയും പവർ x raised to n-ലേക്ക് ആക്കി മാറ്റാം. അപ്പോൾ ഇത് x raised to n minus 2 ആണ് നിൽക്കുന്നത്. അതായത് n equal to 2 കൊടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ടേം വരും, റൈറ്റ്? n equal to 1 കൊടുക്കുമ്പോൾ x വരും. സോ സമ്മേഷൻ നമ്മൾ x raised to n-ലേക്ക് എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ x raised to n-ലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സം കൊടുക്കാൻ പറ്റുക? n-ന് 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം എന്താ വരുന്നത്? a2 2 into 1 into x raised to 0. രണ്ടാമത്തെ ടേം വരുന്നത് n-ന് 3 കൊടുക്കുമ്പോൾ a3 3 into 2 into x raised to 1. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ x raised to n-ന്റെ പവർ ആയിട്ട് എഴുതാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് സിഗ്മ n equal to 0 to infinity. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കുക, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. an plus 2 n plus 2 into n plus 1. ഇത് തന്നെയാണോ, ഈ സംഭവം തന്നെയാണ് നിങ്ങൾ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടണമെന്ന് നോക്കുക. ചെയ്തത് ഇത്രയേ ഉള്ളൂ. x raised to n minus 2 ആയിരുന്നത് അതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത് x raised to n കിട്ടാനായിട്ട്. അപ്പോൾ 2 ടേം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ wherever there is n we replace it by n plus 2. So n plus 2 n plus 2 n plus 2 minus 1 is n plus 1. And അപ്പോൾ ലീസ്റ്റ് പവർ എക്സ് കോൺസ്റ്റന്റ് ടേം കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ n should vary from 0 to infinity. Okay, now all terms are written in terms of x raised to n. Sigma n equal to 2 to infinity n into n minus 1 x raised to n plus sigma n equal to 1 to infinity an n into x raised to n minus sigma n equal to 0 to infinity an x raised to n equal to 0. Is that clear? എല്ലാത്തിൻ്റെയും പവർ x raised to n-ലേക്ക് മാറ്റി എഴുതി. നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? So we will continue in the next class.